ഇവിടെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് കേട്ടോ. രാവിലെ ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. പുറത്ത് നിങ്ങൾക്ക് ജനലിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം അങ്ങ് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. എനിക്ക് മാത്രമുള്ള ചായയേ ഉള്ളൂ. നിവാങ്ങിനുള്ള പാല് ഞാൻ പിന്നീട് വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അവൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും വെച്ചാൽ മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കിഴങ്ങേറിയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. തോടെല്ലാം നല്ല കലങ്ങി മറിഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. ചായ ഒരു കഷ്ണം ഏലക്കയും കൂടി ഇട്ടാണ് ഞാൻ ചായ എടുക്കുന്നത്. പുറത്ത് നല്ല മഴ പെയ്യുമ്പം ഏലക്ക ഇട്ടൊരു ചായയൊക്കെ കുടിക്കാൻ നല്ല സുഖമല്ലേ മഴയത്ത്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ളത് കുഴച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് കിഴങ്ങേറിക്കുള്ളതൊന്ന് അരിഞ്ഞ് വെച്ചു കേട്ടോ. കിഴങ്ങേറിക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് സവോളയും ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടി ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് വെറുതെ മസാലക്കറിയായിട്ട് വെക്കുമല്ല, കുറച്ച് മീറ്റ് മസാലയൊക്കെ ഇട്ട് വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് ചപ്പാത്തി കുഴയ്ക്കാനുള്ളത്. കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ എണ്ണ ഒഴിച്ച് വെക്കുന്ന കുപ്പി നമ്മൾ മീഷോയിൽ നിന്ന് ഈയിടെ വാങ്ങിച്ചതാണ് കേട്ടോ. 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ അടച്ച് വെക്കാൻ നമുക്ക് ഒരുപാട് എമൗണ്ട് എണ്ണ പുറത്തോട്ട് വരുത്തുമില്ല. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങേറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളി സവോള കറിവേപ്പില തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ. ഇതെല്ലാം കൂടി ഒന്നിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല, കുറച്ച് ഗരം മസാല അത്രയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നിവാങ്കുഞ്ഞിനും കൂടെ കഴിക്കേണ്ടതായത് കാരണം ഞാൻ എരിവ് ഒരുപാട് കുറച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു മസാലക്കറിയാണ് ഇത്. കിഴങ്ങിനും അപ്പത്തിനൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു മസാലക്കറി ഇത്. അപ്പോൾ നിവാങ്കുഞ്ഞിന് അംഗൻവാടിയിൽ ഒരു മാസത്തിൽ 2 ടോപ്പിക്ക് വെച്ച് പഠിപ്പിക്കും കേട്ടോ. അപ്പം ഈ മാസം 15-ാം തീയതി മുതൽ മഴക്കാലം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം ഇന്നലെ വന്നപ്പം ഇന്ന് ചെല്ലുമ്പോൾ വള്ളം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിവാങ്കുഞ്ഞിന് വള്ളം ഉണ്ടാക്കി വെക്കണം നമുക്ക് അംഗൻവാടി കൊടുത്തു വിടാനായിട്ട്. പിന്നെ ഞാൻ ഇവിടെ ചപ്പാത്തി പരത്തി എടുക്കുന്നുണ്ട്. ഈ ചപ്പാത്തിക്ക് കുറച്ച് കനം കൂടിപ്പോയായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നു കേട്ടോ. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്, ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നിവാങ്കുഞ്ഞിനെ വിളിച്ച് എണീപ്പിക്കണം. അവനെ കുളിപ്പിച്ചിട്ട് ചപ്പാത്തിയൊക്കെ കൊടുത്തിട്ട് രാവിലെ ആൾ ചപ്പാത്തി കഴിച്ചോളും കേട്ടോ. ചപ്പാത്തി നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്, ചൂടോടെ കൊടുക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചോളും. പിന്നെ നിവാങ്കുഞ്ഞിനുള്ള പാലും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിവാങ്കുഞ്ഞിനുള്ള വെള്ളം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ആദ്യം ഉണ്ടാക്കിയാൽ കുറേ പാളിപ്പോയി കേട്ടോ, എല്ലാം മറന്നു പോയിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ വള്ളങ്ങളും കുറച്ച് 2-3 കുഞ്ഞു വള്ളങ്ങളും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ നിവാങ്കുഞ്ഞിന് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു. ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അംഗൻവാടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.